ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആമവാദത്തിനെ കുറിച്ചാണ്. ആമവാദം എന്ന അവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു വാതരോഗമാണ്. ഈ ഒരു അവസ്ഥയെ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഈ ഒരു അവസ്ഥ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ ആയുർവേദ ചികിത്സകൾ ഉപയോഗിക്കാം, എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ ജീവിത രീതിയിലും അതുപോലെ തന്നെ ഡയറ്റിലും നമ്മൾ എന്തൊക്കെ ക്രമീകരണം വരുത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകൾക്കും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആമവാദം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രോഗമാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ആമവാദ രോഗികൾ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടുമാണ്. അപ്പൊ ഇത് എവിടെയൊക്കെ ഏതൊക്കെ സന്ധികളിലാണ് കാണുക എന്നുള്ളതുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ചെറിയ സന്ധികൾ തൊട്ട് വലിയ സന്ധികൾ വരെ ഈ ഒരു ആമവാദത്തിന്റെ ലക്ഷണങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ അത് പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൈകാലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിരലുകളുടെ സന്ധികളിൽ കാണാം, അതുപോലെ കൈമുട്ടിൽ കാണാം, കാൽമുട്ടിൽ കാണാം, പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കൈയിന്റെ കുഴയിൽ കാണാം, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇടുപ്പിൽ കാണാം. അങ്ങനെ ചെറിയ സന്ധികൾ മുതൽ വലിയ സന്ധികൾ വരെ നമുക്ക് ഈ ഒരു ആമാവസ്ഥ കാണപ്പെടാറുണ്ട്. ഓക്കെ, പിന്നെ അതിലേക്ക് വരുന്ന സമയത്ത് ആമവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു വാതരോഗമാണ്. അപ്പൊ ആമം പ്ലസ് വാദം, ഇതാണ് ആമവാദം. അപ്പൊ ആമം എന്നുള്ളത് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പൊ ആയുർവേദത്തില് ആമം എന്നത് പറയുന്നത് ഇൻഡൈജഷനെയാണ്, അതായത് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാത്ത അവസ്ഥയെയാണ് നമ്മൾ ആമം എന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആമം കൂടുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ആമവാദവും കൂടും, അതുപോലെ വാദം കൂടുന്ന അവസ്ഥയിലും ഈ ആമവാദം കൂടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഹിക്കപ്പെടാത്തത് എന്നുള്ളതാണ് ആമം എന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. അപ്പൊ അത് ഞാനൊന്ന് ചെറുതായി വിശദീകരിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പറയാം, ഈ മഴക്കാലങ്ങളിലെ തണുപ്പ് സമയങ്ങളിലൊക്കെ ഈ അവസ്ഥ കൂടുതലാണ്. കാര്യം നമ്മൾ വാദത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം വാദത്തിന് ഏറ്റവും എതിരാണ് തണുപ്പ് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് നല്ല തണുപ്പായിരിക്കും അല്ലെ. ആ സമയത്തൊക്കെ ഈ അവസ്ഥ വളരെ കൂടുതലായിട്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ആ സമയത്ത് കാണിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഭാഗത്തായിരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ശരീരം മൊത്തം എല്ലായിടത്തും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുമുണ്ട് കേട്ടോ. അപ്പൊ ഇതും നമുക്ക് ആമാവസ്ഥകളിൽ കാണാം എന്നുള്ളതാണ്. ഇനി കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കാരണങ്ങളിലേക്ക് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് സന്ധികളിലേക്കുള്ള എല്ലുകളെ പൊതിയുന്ന ഒരു ആവരണമുണ്ട്. അതിലുണ്ടാകുന്ന ചില നീർക്കെട്ടുകൾ നമുക്ക് ആമവാദത്തിലേക്ക് നയിക്കാം. ഓക്കെ, അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ അതുപോലെ നമ്മൾ ചില വിരുദ്ധ ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. ഇപ്പൊ തൈരും മീനും കൂടി കൂട്ടി കഴിക്കുക, അതൊരു വിരുദ്ധ ഭക്ഷണമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അങ്ങനെ വിരുദ്ധ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് അതുപോലെ കട്ടിയുള്ളത് നല്ല രീതിയിൽ എണ്ണമെഴുക്കുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നത് കൂടി നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വ്യായാമം കുറവ്, നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്, നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടക്കുകയാണ്, നമ്മൾ പണിയൊന്നും, അതായത് നമ്മൾ എക്സസൈസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സസൈസ് നടക്കുന്നത് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരം അവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യത കാരണമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആമം എന്നുള്ള അവസ്ഥ. ആമം എന്ന് പറയുന്നത് എന്താണ്? ദഹിക്കാത്ത അവസ്ഥയാണ് ആമം. ദഹിക്കാതെ കിടക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഡൈജഷൻ നടക്കും. പക്ഷെ വ്യായാമക്കുറവ് നമുക്ക് ഇൻഡൈജഷൻ അവസ്ഥയിലേക്ക്, അതായത് ആമത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണശേഷം ഉടനെ കിടന്നുറങ്ങുക എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാറുണ്ട്. കാര്യം അത് നമ്മൾ ദഹന പ്രശ്നമാണ് ഫസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ആദ്യം ദഹന പ്രശ്നം ഉണ്ടാക്കും, പിന്നീട് നമുക്ക് ആമാശയത്തില് ഈ ദഹിക്കാത്തതെല്ലാം അടിഞ്ഞുകൂടി അവിടെ വിഷപദാർത്ഥമായിട്ട് മാറും. അപ്പൊ ഈ വിഷപദാർത്ഥമായി മാറി ഇത് രക്തധാതുവിനെയും ഒക്കെ വിഷലിപ്തമാക്കും. അതായത് അവിടെ ഈ വിഷം എന്ന് പറയുന്നത് അതിന്റെ ഇൻഡൈജഷൻ അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ വിഷം എന്ന് പറയുന്നത്. എന്തും ദഹിക്കാതെ കിടന്നാൽ അത് വിഷമാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഈ നമ്മുടെ രക്തവും ദുഷിക്കുകയാണ് അല്ലെ, അവിടെ വെച്ച് ദുഷിച്ച രക്തം അങ്ങനെ ശരീരത്തിൽ ഒട്ടാകെ അത് വ്യാപിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ വ്യാപിച്ചതിന് ശേഷം അത് ഓരോ സന്ധികളിലും സഞ്ചരിക്കുകയാണ് അല്ലെ. രക്തം എല്ലായിടത്തും എത്തുന്നുണ്ട്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തം എത്തുന്നുണ്ട്. അങ്ങനെ ഇത് സഞ്ചരിച്ച് സന്ധികളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അവിടെ നമുക്ക് ലക്ഷണങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ
നമുക്ക് പറയാതെ എന്നാലും ചെറിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വേദനയും നീരും ചുമപ്പുമാണ്. ചുമപ്പ് കളറൊക്കെ കാണും ആ ഭാഗത്ത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിനെ നമ്മൾ റുമാറ്റോയിഡ് ഫീവർ എന്ന് വിളിക്കും, റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ് എന്ന് വിളിക്കും, ഗട്ട് ആർത്തറൈറ്റിസ് എന്ന് വിളിക്കും, ഗൗട്ട് ആർത്തറൈറ്റിസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി പാരമ്പര്യം കൊണ്ടും നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ ഒക്കെ ഇങ്ങനെ ഉണ്ട്, ഈ ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ മെനപ്പോസിനോടനുബന്ധിച്ച് ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ച് നമുക്ക് ഈ അവസ്ഥ വരാറുണ്ട്. പിന്നെ അമിതവണ്ണം, അതായത് നല്ല രീതിയിൽ ഓവർ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക്, അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് എല്ലാ വാതരോഗങ്ങളും അമിതവണ്ണത്തിൽ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്ധികളിൽ ഉണ്ടാകുന്ന വളരെ കുത്തി നോവുന്ന വേദന, ചിലപ്പോൾ ദേഹം മൊത്തം നമുക്ക് ആ വേദന അനുഭവപ്പെടാം. ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ ചുമപ്പ് കളറ് കാണാം. നമുക്ക് ഭക്ഷണത്തിനോടൊന്നും രുചി ഉണ്ടാവില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു രുചിയില്ലായ്മ പ്രത്യേകിച്ചായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ നീരുണ്ടാകും. അതുപോലെ വേദന, സന്ധികളിലൊക്കെ മരവിപ്പ് പോലെ അനുഭവപ്പെടും. പിന്നെ അതുപോലെ തളർച്ച വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ, അതായത് കൈകളിലൊക്കെ നമുക്ക് മരവിപ്പ്, ഇങ്ങനത്തെ മരവിപ്പ് പോലെ കൂടുതലായിട്ടും കൈകളിലൊക്കെ മരവിപ്പ് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ സന്ധിവേദന അനുഭവപ്പെടുന്നത് മിക്കവാറും വിരലുകൾ, ചെറിയ ചെറിയ സന്ധികളിലായിരിക്കും. വിരലുകൾ, അതുപോലെ കൈയിന്റെ കുഴകൾ, അങ്ങനെ ഇതിലൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നീട് അത് എങ്ങോട്ടും മാറും. കാൽമുട്ട്, കണങ്കാല്, അതുപോലെ കൈമുട്ട്, അതുപോലെ തോള് ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു വേദന കൂടി വരുന്ന അവസ്ഥയിൽ, പിന്നീടുള്ള അവസ്ഥയിലേക്ക് ഈ വേദന ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇത് കാണപ്പെടുന്നതാണ്. പിന്നെ തരിപ്പ് അനുഭവപ്പെടാം, നല്ല രീതിയിലുള്ള തരിപ്പ്. അതുപോലെ കൈകാലുകളൊക്കെ നമുക്ക് പൊള്ളുന്ന പോലെ ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ നടക്കുന്ന സമയത്ത് കൈകാല് സന്ധികളിൽ പൊട്ടൽ അനുഭവപ്പെടും. അതായത് നമുക്കറിയാം, ഒരു ക്രാക്ക് സൗണ്ട് പോലെ വരുമല്ലോ, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ വീക്കം, നമുക്ക് നല്ല രീതിയിൽ നീർവീക്കം അനുഭവപ്പെടുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടി ചൂട് കൂടുതൽ നമുക്ക് അനുഭവപ്പെടും. അതൊരു പ്രത്യേക ലക്ഷണമാണ് കേട്ടോ. ഇത് ആമവാത രോഗികളിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പെർട്ടിക്കുലർ സ്ഥലത്ത് കുറച്ചും കൂടി ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ ഇത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിയും, ഈ വേദന മാറില്ല, നീര് മാറില്ല. ഇത് ആഴ്ചകളോളം നീളും, ചിലപ്പോൾ മാസങ്ങളോളം നീളും. ഓക്കെ, അപ്പോഴൊക്കെ ആയിരിക്കും നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നത്. പക്ഷെ ഇത് തുടക്കത്തിലേ തന്നെ ചികിത്സിക്കേണ്ടതാണ്. എന്നാലാണ് നമുക്കത് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ നീർവീക്കം, നല്ല രീതിയിൽ നീർവീക്കം നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, പിന്നെ സന്ധിവേദന, നീർവീക്കം, ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പനിയും അനുഭവപ്പെടും. അപ്പൊ ഉറപ്പിച്ചോ, ഇത് ആമവാതമാണ്. സന്ധിവേദന വരും, നീർവീക്കം വരും, കൂടെ ഒരു പനിക്കോള്. എന്നാൽ പനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പനിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ചൂടായിരിക്കും. അവരുടെ ശരീരത്തിന് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ചൂട് പോലെ അനുഭവപ്പെടുന്നു, ഒരു പനി പോലെ അനുഭവപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു അവസ്ഥയാണത് ആമവാതം എന്ന് പറയുന്നത്. അതുപോലെ രോഗപ്രതിരോധ ശേഷി, എപ്പോഴും അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒട്ടും പ്രതിരോധ ശേഷി ഇല്ലാത്തവരായിരിക്കും ഇത്തരക്കാര് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ സിയോഗൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ കണ്ണിനെ ബാധിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ ബാധിക്കാനുള്ള ഒരു അവസ്ഥയും ആവാറുണ്ട്. പിന്നെ കണ്ണുകള്, സ്കിന്ന്, ഇതൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവാനും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പൊട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിവുകൾ ഉണങ്ങാനുള്ള വേഗത, അത് പെട്ടെന്ന് ഉണങ്ങാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ നമുക്ക് അരുചി, അതായത് ഒരു ടേസ്റ്റ് ഇല്ലായ്മ, ഒന്നിനോടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല രീതിയിൽ ദാഹിക്കുക, ക്ഷീണം ഉണ്ടാവുക, അതുപോലെ സന്ധിവേദന, നീർക്കെട്ട്, ചുമപ്പ്, അതുപോലെ നിറവ്യത്യാസം, പലതരം നിറവ്യത്യാസം. ചുമപ്പ് നിറമാണ് കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഈ ആമവാത രോഗികൾക്ക് പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ ചികിത്സകൾ ആവശ്യമായിട്ടുള്ള രോഗമായി മാറാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആമവാദം തന്നെയാണെങ്കിലും അതും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രമേഹം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പൊ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെയുള്ള ചികിത്സ വളരെ അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെ ചികിത്സകളാണ് നമ്മൾ ആയുർവേദത്തില് ആമവാത ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറയാം. അതിൽ ആദ്യം വിരേചനാണ്. നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തിൽ നമ്മൾ മൈൽഡ് വിരേചനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് രോഗാവസ്ഥ ആദ്യം തുടക്കത്തിലാണെങ്കിൽ അതൊക്കെ മതിയാവും. ഇനി നല്ല രീതിയിൽ അവസ്ഥയിലാണ് നമ്മുടെ അടുത്തേക്ക് രോഗി വരുന്നത് വെച്ചാൽ നമ്മൾ നല്ല രീതിയിലുള്ള വിരേചനങ്ങളൊക്കെ ചെയ്യും. ബസ്തി ചെയ്യാം, പിന്നെ അതുപോലെ ഉപനാഹ സ്വേദം ചെയ്യാം, സാധാ സ്വേദനം ചെയ്യാം, ഓക്കെ, ധാര ചെയ്യാം, തൈലധാര, അങ്ങനത്തെ കഷായധാര, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.
പിന്നെ അതുപോലെ ഔഷധത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ എപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. അവിടെ ഉള്ളിലേക്ക് നമ്മൾ മരുന്ന് സേവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാര്യം എന്താണ്? ആമാവസ്ഥയുണ്ട് അല്ലെ? അപ്പൊ ആമാവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഔഷധങ്ങൾ എടുക്കണം, വാദം കുറയ്ക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്ന ചികിത്സ. അവിടെ നമ്മൾ അമൃതോത്തരം കഷായം ഉപയോഗിക്കും, രാസ്നേരണ്ടാദി കഷായം ഉപയോഗിക്കും, ഷഡ്ധരണം ചൂർണം ഉപയോഗിക്കും, രോഗരാജ ഗുൽഗുലു ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിലുള്ള, പിന്നെ വിൽവാദി ഗുളിക, അങ്ങനെ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് തീർച്ചയായിട്ടും കാണാറുണ്ട്. അത് ഓരോ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, തണുത്ത ആഹാരങ്ങളോ തണുത്ത വിഹാരങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. തണുത്ത വിഹാരം എന്ന് പറയുന്നത് നമ്മൾ തണുത്ത ക്ലൈമറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ എടുക്കണം. നല്ല രീതിയിൽ, അതായത് വീടിന്റെ ഉള്ളിലാണ് തണുത്ത കാലാവസ്ഥയാണെങ്കിൽ വീടിന്റെ ഉള്ളിൽ ചപ്പൽ ധരിക്കണം. അതുപോലെ നമ്മൾ കൂടുതൽ തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാനൊന്നും പാടില്ല. അപ്പൊ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. രാത്രി കംപ്ലീറ്റ് ആയിട്ട് ഫാനിന്റെ അടിയിൽ കിടക്കരുത്. ഡയറക്റ്റ് ആയിട്ട് ഫാൻ നമ്മുടെ പാദത്തിൽ അടിക്കുന്ന സമയത്ത് ആ കാറ്റ് നമുക്ക് ശരീരം മൊത്തം തണുപ്പിലേക്ക് വരാനും അത് വാദം വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമാവും. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. വിരുദ്ധ ആഹാരം കഴിക്കാതിരിക്കുക. കാര്യം ആമാവസ്ഥയുണ്ട് അല്ലെ? ആ സമയത്ത് നമ്മൾ വിരുദ്ധാഹാരം എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നും കൂടി ആമാവസ്ഥ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിരുദ്ധാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കട്ടിയുള്ള ആഹാരങ്ങൾ, ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. കുറച്ച് ചെറിയ ഇപ്പൊ ആമവാദമൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും കിടക്കാതെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ലഘു വ്യായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ വ്യത്യാസം വരുത്തും. പിന്നെ ദ്രവരൂപത്തിലുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് കഞ്ഞി, ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡുകളൊക്കെ കഴിക്കുക. ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. ദ്രവരൂപത്തിലുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും നമ്മൾ ദ്രവരൂപത്തിലുള്ള ഫുഡുകൾ, ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ആവിയിൽ വേവിച്ച ഫുഡുകൾ, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ വെള്ളയപ്പം, അതേപോലത്തെ ഫുഡുകൾ ഉണ്ടല്ലോ, നൂൽപുട്ട്, നൂലപ്പം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെയൊക്കെ ആവിയിൽ വെച്ച് അതൊക്കെ ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തണുത്ത ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കാം. ക്ലൈമറ്റ് നോക്കുക, കൃത്യമായിട്ട് ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ ട്രാവലിംഗ് നിയന്ത്രണം. ഇപ്പൊ കുറെ ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കുക. അമവാദ രോഗികളാണെങ്കിൽ അത് ഈ അസുഖം കൂട്ടാനുള്ള കാരണമായിട്ട് തീരും. ഓക്കെ. പിന്നെ ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതില് നമുക്ക് നിറം കൂടിയിട്ടുള്ള വെജിറ്റബിൾസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, നിറം നന്നായിട്ട് ഇപ്പൊ കറുത്ത മുന്തിരി കഴിക്കരുത്, കാര്യം അത് തണുപ്പാണ്. അല്ലാത്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നമുക്ക് തണുപ്പ്, ശരീരത്തിന് തണുപ്പ് കൂടുതലായിട്ട് തരുന്നത് മുഴുവനായിട്ട് ഒഴിവാക്കുക. തൈര് കഴിക്കരുത്. അതുപോലെ കറുത്ത മുന്തിരി, തണ്ണിമത്തൻ, ഇതൊന്നും കഴിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചെറുപഴം, ഇതൊക്കെ ഒഴിവാക്കുക. കാര്യം ഇത് നമ്മൾ ദഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹനം കൂട്ടുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുക. മോര് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ മത്സ്യങ്ങൾ, മാംസത്തിനേക്കാളും മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ പറയുകയാണെങ്കിൽ മത്തി, ചാളമത്തി, നിങ്ങളുടെ ഭാഗത്ത് എന്താ ചാളമത്തി എന്നൊക്കെ ആവുമല്ലോ പറയാ, അത്. പിന്നെ അയിലമീൻ, ഇതൊക്കെ നന്നായി കഴിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നന്നായി കഴിക്കാം. പിന്നെ മീനെണ്ണ ഗുളിക കഴിക്കാം, മീൻ ഗുളിക എന്നൊക്കെ പറയുന്ന ആ ഗുളിക കഴിക്കാം. ഒലീവ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തവിട്ട് കളയാത്ത ഗോതമ്പിന്റെ മാവ്, പിന്നെ വൈറ്റമിൻ ഡി, അത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് സൺറൈസിലൂടെ സോഴ്സ് ഉണ്ട്. അതുപോലെ മീൻ ധാരാളമായിട്ട് കഴിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൂടെ വൈറ്റമിൻ ഡി നമ്മുടെ ഉള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ കഴിക്കേണ്ടതാണ്. ഇനി കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് പറയാം. വറുത്തത്, പൊരിച്ചത്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഒരുപാട് മിഠായി, ബേക്കറി ഐറ്റംസ്, അതുപോലെ ആൽക്കഹോള്, പുകവലി, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ അമിതമായിട്ടുള്ള ഉപ്പ് കഴിക്കരുത്. പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കുടിക്കൈകൾ പറയാം. അപ്പൊ ഇത് ചുക്ക് ഞെരിഞ്ഞിലിട്ട് വെള്ളം നമ്മൾ തിളപ്പിച്ച് അത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഡെയിലി നമുക്ക് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. ഞെരിഞ്ഞിലും ചുക്കും ഇട്ട വെള്ളം. പിന്നെ അതുപോലെ തുളസി ഇലയും അതുപോലെ മുത്തങ്ങ, ഇത് രണ്ടും നമുക്ക് സമം ചേർത്ത് അത് തിളപ്പിച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം. അതും നമുക്ക് ശരീരത്തിന് നല്ല രീതിയിൽ ആമവാദം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ പൊടിക്കൈകളാണ്. എപ്പോഴും നല്ല അവസ്ഥയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് തന്നെ പോകേണ്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ ശുദ്ധീകരിച്ച ഉണക്കെണ്ണ പാല് ചേർത്ത് രാത്രി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ നീർക്കെട്ടുള്ള ഭാഗത്ത് നമ്മൾ തൈലപ്രയോഗങ്ങൾ ഓരോ അവസ്ഥ അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില തൈലങ്ങളാണ് കർപ്പൂരാതി തൈലം, അതുപോലെ തന്നെ മുറിവെണ്ണ, അതുപോലെ പിണ്ടതൈലം. ഇതൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് എന്നിട്ടൊരു നമ്മൾ പഴുത്ത പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടാനായിട്ട് സഹായകരമാണ്. അതുപോലെ മണൽക്കിഴി നല്ലതാണ്. പിന്നെ പുളിയിലയും അതുപോലെ തന്നെ
മുരിങ്ങയിലയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ആവി കൊള്ളുന്നത്, നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ആ ഭാഗത്ത് ആവി കൊള്ളുന്നത് നമുക്ക് നല്ലതാണ്. അതുപോലെ മുരിങ്ങയില അരിക്കാടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിൽ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് എവിടെയാണ് വേദന ആ ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ എപ്പോഴും കുളിക്കുമ്പോൾ നമ്മൾ പഴുത്ത പ്ലാവില, പുളിയില, അതേപോലെ പേരയില, അങ്ങനെ എല്ലാ ഇലകളും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ 2 കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എരിക്കിന്റെ ഇല, പിന്നെ അതുപോലെ അങ്ങനെ പല പല ഇലകൾ, ഇതൊക്കെ വാദ സംഹാരികളാണ് അല്ലെങ്കിൽ വാദം കുറയ്ക്കുന്ന ഇലകളാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളം ചൂടാക്കി നമുക്ക് ആ ചെറുചൂടോടുകൂടി എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് ഒരുപാട് നല്ല സുഖം തരാനായിട്ട്, നമ്മുടെ ആമവാദ രോഗികളിൽ നല്ലൊരു വ്യത്യാസം വരുത്താനൊക്കെ സാധിക്കും. പക്ഷെ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ ഔഷധങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആമവാദത്തിന് നമുക്ക് കൺസൾട്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ തന്നിട്ടുണ്ട്. അതിലാണ് ആവശ്യക്കാരെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ തിരിച്ചു വിളിച്ച് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. അത് പിന്നീട് നിങ്ങൾക്ക് കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് വിളിച്ച് ഉപയോഗിക്കാനും കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇത്ര അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് അത് സഹായകരമാകും. അപ്പോ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.